അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? നിങ്ങളൊക്കെ സലാം അടക്കിയോ? ഒന്നുകൂടി ഉറക്കെ എല്ലാവരും സലാം അടക്കിയേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ, ഇപ്പം അടക്കി എല്ലാവരും. നേരത്തെ ആരൊക്കെയോ മടക്കാത്തതുപോലെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഉഷാറായി. അപ്പം നമ്മളൊക്കെ പുതിയ ക്ലാസ്സിലേക്ക് വിജയിച്ചില്ലേ? എത്രാം ക്ലാസ്സിലേക്കാ വിജയിച്ചത്? 2ാം ക്ലാസ്സിലേക്കല്ലേ? നമ്മളൊക്കെ വലിയ കുട്ടികളായി. 1ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ നന്നായി പഠിച്ചത് കൊണ്ടാണ് 2ാം ക്ലാസ്സിലേക്ക് വിജയിച്ചത് അല്ലേ? ഇനി നമുക്ക് ഈ 2ാം ക്ലാസ്സിൽ ഒരു വർഷം പഠിച്ച് കളിച്ച് രസിച്ച് നടക്കണം, വേണ്ടേ? നിങ്ങളൊക്കെ ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഏതാണ് വിഷയം? ഫിഖ് അല്ലേ? ഫിഖ് ആണ്. ഫിഖ് ആണെന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. എത്ര വിഷയങ്ങളുണ്ട് 2ാം ക്ലാസ്സിൽ? ആ, ആരൊക്കെയോ ചിലർ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്ന് നമുക്ക് ഫിഖ് പഠിക്കാം. നിങ്ങളൊക്കെ റെഡിയല്ലേ? ഇൻഷാ അല്ലാ. എന്താ ഇപ്പൊ ഫിഖിൽ പഠിക്കാനുള്ളത് നിങ്ങൾക്കറിയോ? ഫിഖിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളെ നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെ കുറിച്ച്, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് ഒന്നാമത്തെ പാഠം എടുക്കാം. ഒന്നാമത്തെ പാഠം മറിച്ചോ നിങ്ങൾ? ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താ? ആർക്കാ പറയാൻ കഴിയുക ഒന്നാമത്തെ പാഠത്തിന്റെ പേര്? ഒന്നാമത്തെ പാഠത്തിന്റെ പേര് ഇസ്ലാം കാര്യങ്ങൾ. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്, 1ാം ക്ലാസ്സിൽ നിന്ന് തന്നെ ചിലർക്കൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലേ? ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ആദ്യത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാ. ഇസ്ലാം കാര്യങ്ങൾ എന്ന പാഠത്തിന്റെ ഹെഡിങ് നിങ്ങൾ കണ്ടോ? കണ്ടില്ലേ? വലുതാക്കി എഴുതിയിട്ടുണ്ട് അല്ലേ? ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിയേ. അതിൽ എഴുതിയിട്ടുണ്ട് ഇസ്ലാം കാര്യങ്ങൾ. അത് അക്ഷരം തെറ്റാതെ നമ്മൾ വായിക്കുക. ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങൾ. എത്ര എണ്ണം ഉണ്ട് ഇസ്ലാം കാര്യങ്ങൾ? ആർക്കാ പറയാൻ വയ്ക്കുക? എത്ര എണ്ണം ഉണ്ട് ഇസ്ലാം കാര്യങ്ങൾ? ഒന്നോ? ഒന്നല്ല. എത്ര എണ്ണമാണ്? 5 എണ്ണം. ആ, അതെ, 5 എണ്ണമാണ് ഇസ്ലാം കാര്യങ്ങൾ. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണമാണ് ഇസ്ലാം കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് നമ്മൾ പഠിക്കാൻ പോവാണ്. റെഡിയല്ലേ നിങ്ങള്? എല്ലാവരും ഈ ബോർഡിലേക്കൊന്ന് നോക്കിയേ. ഈ സ്ക്രീനിൽ ഒരു ബോർഡ് കാണുന്നുണ്ടോ? അതിലേക്ക് എല്ലാവരും ഒന്ന് നോക്കിയേ. അതിൽ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം. എന്താണ്? ഒന്ന് വായിക്കാമോ? എന്നാ ഞാൻ തന്നെ വായിക്കാം. നിങ്ങളെല്ലാവരും കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. 1, ഷഹാദത്ത് കലിമ. 2, അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. എന്താണ്? ഷഹാദത്ത് കലിമ 2, അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. പഠിഞ്ഞോ നിങ്ങൾക്കിത്? ഇന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കിയേ. ഷഹാദത്ത് എന്ന് എഴുതിയത് കണ്ടോ? കലിമ 2 കണ്ടോ? 2 ഞാൻ എഴുതിയത്. ഷഹാദത്ത് കലിമ 2, അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. ഇൻഷാ അല്ലാ. എന്താണ് ഷഹാദത്ത് കലിമ? അതാർക്കാ പറയാൻ വയ്ക്കുക? എന്താ ഷഹാദത്ത് കലിമ? ഇൻഷാ അല്ലാ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ ഈ 5 കാര്യങ്ങൾ മാത്രം പഠിക്കാം. അപ്പോൾ ഒന്നാമത്തത് ഷഹാദത്ത് കലിമ 2, അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. എന്നാ നമ്മൾ രണ്ടാമത്തെ കാര്യം പഠിക്കല്ലേ? എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കട്ടാ. എന്നാ നിങ്ങൾക്ക് ഞാൻ ഒരു 3 ഫോട്ടോ കാണിച്ചു തരട്ടാ. ആ ഫോട്ടോയിലൊക്കെ എന്താണ് ചെയ്യുന്നത്, എന്താ കാണുന്നത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണേ. എന്നാ ശ്രദ്ധിച്ചോളി. കാണുന്നുണ്ടാവും നിങ്ങൾ ഓരോരോ ഫോട്ടോകൾ. ഈ ഫോട്ടോയിലൊക്കെ എന്താ കാണുന്നത്? ഒരു ചങ്ങാതില്ലേ, അദ്ദേഹം നിസ്കരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? അയാൾ നിസ്കരിക്കുന്ന
വിവിധ രൂപങ്ങൾ നിങ്ങൾ കാണുക. നിസ്കാരത്തിലെ വിവിധ രൂപങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാര്യം, എന്തിലെ രണ്ടാമത്തെ കാര്യം? ഇസ്ലാം കാര്യങ്ങളിലെ രണ്ടാമത്തെ കാര്യം അതെന്താണ്? 5 നേരത്തെ നിസ്കാരമാണ്. 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക എന്നതാണ് ഇസ്ലാം കാര്യത്തിലെ രണ്ടാമത്തെ കാര്യം. പഠിച്ചപ്പോൾ നിങ്ങൾ? അപ്പൊ ഒന്നെല്ലാവരും പറഞ്ഞേ, 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. ഒന്നും കൂടി പറഞ്ഞേ, 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. 5 എഴുതിയത് എല്ലാവരും കണ്ടോ? 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. അപ്പോ ഇസ്ലാം കാര്യത്തിൽ ഇപ്പൊ രണ്ടാമത്തെ കാര്യവും നമ്മൾ പഠിച്ചു, 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. ഇനി നമ്മൾ മൂന്നാമത്തെ പഠിക്കല്ലേ? ഈ മൂന്നാമത്തെ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം. അത് ശ്രദ്ധിക്കട്ടോ. അപ്പൊ നിങ്ങളൊരു വീഡിയോയും ഒരു ഫോട്ടോയും കണ്ടില്ലേ? എന്തപ്പാ വീഡിയോയിലും ഫോട്ടോയിലും ഉള്ളത്? ആ വീഡിയോയിൽ എന്താ ഉണ്ടായിരുന്നത്? ഒരു ചങ്ങാതി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഉമ്മാക്ക് പൈസ കൊടുക്കുകയാണല്ലേ. ഫോട്ടോയിലുള്ളതോ സമ്പന്നനായ ഒരാള് പാവപ്പെട്ട ആളുകൾക്കൊക്കെ ദാനം ചെയ്യുന്നതാണല്ലേ കാണുന്നത്. അപ്പൊ ഇസ്ലാം കാര്യത്തിലെ മൂന്നാമത്തെ കാര്യം എന്താണ്? സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. എന്താണ്? സക്കാത്ത് കൊടുക്കുക. നമ്മുടെ സമ്പന്നരായ ആളുകള് പാവപ്പെട്ടവർക്ക് നൽകുന്നതാണ് സക്കാത്ത്. അപ്പോ മൂന്നാമത്തെ ഇസ്ലാം കാര്യം ഏതാണ്? സക്കാത്ത് കൊടുക്കുക. ബോർഡിൽ എഴുതിയത് എല്ലാവരും കണ്ടോ? കണ്ടില്ലേ? ഇനി അപ്പൊ നമുക്ക് നാലാമത്തെ കാര്യം പഠിക്കാം. ഇസ്ലാം കാര്യത്തിലെ നാലാമത്തെ പഠിക്കല്ലേ? എന്നാ എല്ലാരും ഈ വീഡിയോയിലൊന്ന് ശ്രദ്ധിക്കട്ടാ. അതിലെന്താ കാണുന്നതെന്ന് നോക്കിയേ. കുറെ കുട്ടികളുണ്ട്, ഒരു ഉമ്മയുണ്ട് അല്ലേ. അവരുടെ മുന്നിൽ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എന്താ അവർ ചെയ്യുന്നത്? അവര് അത് കഴിക്കുന്നുണ്ട് അല്ലേ. എന്തായിരിക്കും ഇപ്പൊ അത്? നോമ്പ് തുറക്കുകയാണെന്ന് തോന്നണല്ലേ. അവരെല്ലാരും നോമ്പ് തുറക്കുകയാണെന്ന് തോന്നണേ. അപ്പൊ ഇസ്ലാം കാര്യത്തിലെ നാലാമത്തെ എന്താണെന്നറിയോ? നോമ്പ് നോൽക്കലാണ് ഇസ്ലാമിലെ നാലാമത്തെ കാര്യം. ഇസ്ലാം കാര്യത്തിലെ നാലാമത്തത് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. എന്താണ്? റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. അപ്പൊ എല്ലാവർക്കും പഠിഞ്ഞപ്പത് നാലാമത്തെ ഇസ്ലാം കാര്യം. ഇസ്ലാം കാര്യത്തിലെ നാലാമത്തെ എന്താണ്? റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. അത് ബോർഡിൽ എഴുതിയത് എല്ലാവരും കാണുന്നുണ്ടോ? വായിക്കാൻ കിട്ടുന്നുണ്ടോ? റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക. അപ്പോ ഇസ്ലാം കാര്യത്തിലെ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്, 5-മത്തെ കാര്യം. ഇതെന്താണെന്ന് അറിയണ്ടേ? ഞാൻ പറയാം. 5-മത്തത് ഇസ്ലാം കാര്യത്തിലെ 5-മത്തത് ഹജ്ജ് ചെയ്യുക. എന്താണ്? ഹജ്ജ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഹജ്ജിന് പോയിട്ടുണ്ടോ? ഉണ്ടാവൂല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഹജ്ജ് ചെയ്യുന്നതിന്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കട്ടാ. അപ്പൊ നിങ്ങളെല്ലാരും കണ്ടല്ലേ ഹജ്ജ് ചെയ്യുന്നത്? കാബ ഷരീഫിന്റെ അടുത്തുനിന്ന് ചെന്നുകൊണ്ട് ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെടുന്നതാണ് നിങ്ങളൊക്കെ കണ്ടത്. ഇൻഷാ അല്ലാ. അപ്പൊ ഇനി എങ്ങനെയാണത് എഴുതുന്നത്? ബോർഡിലൊന്ന് നോക്കിയേ. എഴുതിയത് കണ്ടോ? ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇസ്ലാം കാര്യത്തിലെ 5 നമ്മൾ പഠിച്ചു. 5 ഇപ്പം എല്ലാവർക്കും കാണാതെ കിട്ടൂലേ? ആരും മറന്നിട്ടില്ലല്ലോ. 1 ഷഹാദത്ത് കലിമർ, 2 അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക, 2 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക, 3 സക്കാത്ത് കൊടുക്കുക അല്ലേ, 4 റമദാൻ മുഴുവനും നോമ്പ് നോൽക്കുക, 5 ഹജ്ജ് ചെയ്യുക.
ഇനി ഇത് നമുക്കൊരു പാട്ടായി പഠിച്ചാലോ? പാട്ട് നിങ്ങൾക്ക് ഇഷ്ടല്ലേ? നമുക്കെന്നാ ഒരു പാട്ട് രൂപത്തിൽ പഠിക്കാം. നമ്മൾ കുറേ മുമ്പ് കേട്ടതാണ്, 1ാം ക്ലാസ് എന്നൊക്കെ കേട്ടതാണ്. ആ പാടില്ലേ? നിങ്ങളൊക്കെ കേക്കട്ടാ. ഇസ്ലാം കാര്യം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കലിമ ഷഹാദത്തൊന്നാണ്, നിസ്കാരം അത് രണ്ടാണ്. ഇസ്ലാം കാര്യമിൽ മൂന്നാമത്തത് മുതലിനുള്ള സക്കാത്താണ്. റമളാൻ നോമ്പത് നാലാണ്, അഞ്ചാമത്തത് ഹജ്ജാണ്. മുതലും വഴിയും ദേഹസുഖവും ഹജ്ജുൽ ബൈത്തിന് ഷർത്താണ്. അപ്പൊ എല്ലാരും പാട്ട് കേട്ടില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, എല്ലാവരും ഇത് പാടി പഠിക്കട്ടോ ഇൻഷാ അല്ലാ. അപ്പൊ ഇസ്ലാം കാര്യങ്ങളാണെന്ന് പഠിച്ചത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.